സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം അധ്യായം 1, 20 മുതൽ 22 വരെ. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 20 മുതൽ 22 വരെ നാം വായിച്ചാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടങ്ങളിൽ എങ്ങനെ ഇയ്യോബ് അതിനെ നേരിട്ടു എന്നാണ് നാം കാണുന്നത്. പലപ്പോഴും നാം ഇപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തെ കുറ്റപ്പെടുത്താറില്ലേ? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അത്തരം പ്രതിസന്ധികളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകൾ നാം സാഹചര്യങ്ങളെ പഴിചാരുന്ന അനുഭവങ്ങൾ വരാറില്ലേ? എന്നാലിവിടെ ഇതാ ഒരു ഭക്തൻ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായപ്പോഴും അതിനെ അനുകൂലമായി കാണുകയാണ് ഇയ്യോബ് ചെയ്യുന്നത്. ചഞ്ചലപ്പെടാതെ ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറയുവാൻ തക്കവണ്ണം വലിയ വിശ്വാസത്തിൻ്റെ ഉടമ. ഇയ്യോബിൻ്റെ സ്വഭാവ സവിശേഷതകൾ വളരെ പ്രസിദ്ധമാണ്. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും എന്ന് ദൈവത്താൽ സാക്ഷ്യം നേടിയ മഹാഭക്തൻ എന്ന് പറയാം. അങ്ങനെയുള്ള മനുഷ്യൻ്റെ അഥവാ ഭക്തൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമോ, ശോധനകൾ ഉണ്ടാകുമോ, കഷ്ടങ്ങൾ വരുമോ? ഇതെല്ലാം നമ്മുടെ ചോദ്യങ്ങളാണ്. എന്നാൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ആ ഭക്തൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനമായിരിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് 7 പുത്രന്മാരും 3 പുത്രിമാരും ഇങ്ങനെ 10 മക്കൾ നഷ്ടപ്പെടുന്നു. മൃഗസമ്പത്തും ദാസജനങ്ങളും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ നഷ്ടമാകുന്നു. ധനികനായിരുന്ന ഇയ്യോബ് ഒരു നിമിഷം കൊണ്ട് ദരിദ്രനായി മാറുകയാണ്, രോഗിയായി മാറുകയാണ്, ഒന്നുമില്ലാത്തവനായി മാറുകയാണ്, എല്ലാവരാലും വെറുക്കപ്പെടുന്നവനായി മാറുകയാണ്. എന്തിനേറെ സ്വന്തം ഭാര്യ പോലും തന്നെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുകയാണ്. ഈ അവസ്ഥയിലും ഇയ്യോബ് പതറിപ്പോകുന്നില്ല, ഇടറിപ്പോകുന്നില്ല, ഭ്രമിച്ചു പോകുന്നില്ല. സാഹചര്യങ്ങളെ അഥവാ ആ പ്രതിസന്ധികളെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ദൈവമാണിതെല്ലാം എനിക്ക് തന്നത്, ദൈവമാണിതെല്ലാം എടുത്തതെങ്കിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നാണ് ഇയ്യോബ് പറയുന്നത്. നേട്ടങ്ങളിലും സുഖസൗകര്യങ്ങളിലും അമിതമായി അഹങ്കരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി കഷ്ടതകൾ വരുമ്പോൾ അവർ തകർന്നു പോകുന്നതും നാം കാണുന്നു. എന്നാൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്നും എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവമാണെന്നും നാം ഗ്രഹിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നാം തകർച്ചകളിൽ പതറിപ്പോകുവാൻ
ഇടവരില്ല. നഷ്ടങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം ദൈവത്തിനെതിരെ പാപം ചെയ്യുവാനുള്ള അവസരങ്ങളാണ് പിശാച് കൊണ്ടുവരുന്നത്. അവിടെ നാം ജാഗ്രത കാട്ടേണ്ടതാണ്. നമ്മുടെ മുന്നിലുള്ള മുൻഗണന എന്തായിരിക്കണം? അതെ, ഏത് സാഹചര്യത്തിലും ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കും. അതെ, സാഹചര്യങ്ങൾ എന്തു തന്നെ വന്നാലും, മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കും, ദൈവത്തോട് പറ്റിയിരിക്കും, ദൈവത്തെ മുറുകെ പിടിക്കും. ഇതാകട്ടെ നമ്മുടെ തീരുമാനം. ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.